വർഷത്തിന് മുമ്പ് 83 ആയിരുന്നു. ഇപ്പോൾ 3 വർഷക്കാലം കൊണ്ട് 66ലേക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിയും. ഇന്ത്യയുടെ ആവറേജ് എന്ന് പറയുന്നത് 175 200 ഒരു ഡെമോക്രാറ്റിക് റേറ്റ് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത് ആരോഗ്യരംഗത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള നടപടികൾ നമ്മൾ എടുത്തത് കൊണ്ടാണ്. 45 മുകളിലാണ്. അപ്പോൾ 12 കൊണ്ടുവന്നു. അടുത്ത 3 വർഷക്കാലം കൊണ്ട് അത് 8ലേക്ക് രംഗത്ത് ശക്തമായിട്ടുള്ള മുന്നേറ്റം നമുക്ക് നടത്താൻ കഴിഞ്ഞു. പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ ലഭ്യമായ ഒരു മാധ്യമമാണ് ഇന്ത്യ ടുഡേ. ഇന്ത്യ ടുഡേ ഈ വർഷം നടത്തിയ സർവേ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും നമ്പർ 1 ഫസ്റ്റ് പ്രൈസ് നമുക്ക്. ജീവിതശൈലി രോഗങ്ങൾ പുതിയ വെല്ലുവിളിയാണ്. ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടായെങ്കിലും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വലിയ വെല്ലുവിളി. ലഹരി ഉപയോഗിക്കുന്നു, അതുപോലെ മറ്റു പല പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നു. പ്രൈമറി സ്റ്റേജാണ്. 70% ചികിത്സിച്ച് പരിഹരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വരാത്തപ്പോഴാണ് സാന്ത്വന ചികിത്സയുടെ പ്രാധാന്യം കഴിയുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഹോമിയോ മെഡിക്കൽ കോളേജിൽ ചികിത്സ കഴിഞ്ഞ് വേദന കുറയാതെ വന്ന പല ക്യാൻസർ രോഗികളും ഇവിടുത്തെ പാലിയേറ്റീവ് കെയർ പ്രവർത്തനം ആരംഭിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച ദിലീപിന്റെ ആവശ്യപ്രകാരം, ഇവിടുത്തെ ജനപ്രതിനിധികളുടെ ആവശ്യപ്രകാരം നമ്മളോട് യോഗം വിളിച്ചു ചേർത്തു. പിന്നെ 150 കോടി രൂപ നബാർഡിൽ നിന്ന് ലോൺ എടുക്കുന്നതിലേക്ക് വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനപ്രകാരം പിന്നെ നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അത് കൊടുത്തു കഴിഞ്ഞു. ഉടൻ തന്നെ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇവിടെ പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള കാസർഗോഡ് വികസനവുമായി ബന്ധപ്പെട്ട് 25 കോടി രൂപ അതിലേക്ക് വേണ്ടി ജില്ലാ കളക്ടറായ യോഗത്തിൽ ഉണ്ടായിരുന്ന 25 കോടി രൂപ അത് ഈ മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ 25 കോടി രൂപയും കാസർഗോഡ് മെഡിക്കൽ കോളേജിലേക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള DMEയുടെ കയ്യിൽ 10 കോടി രൂപയുണ്ട്. ഈ തുക വെച്ചുകൊണ്ട് തന്നെ ജനുവരി മാസത്തിൽ മെഡിക്കൽ കോളേജിന്റെ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2017 കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ ജില്ലയിൽ ആരോഗ്യ വകുപ്പ് കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഇപ്പോൾ DMO ഇവിടെയുണ്ട്, DPM അഷീലുണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിൽ ആരോഗ്യ മേഖലയിൽ ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള മേഖലയാണ്. ഫലപ്രദമായിട്ടുള്ള ചികിത്സാ രംഗത്ത് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ പ്രവർത്തിക്കാൻ വരുന്ന ഡോക്ടർമാർക്ക് അവർക്ക് ഒരു 20,000 രൂപ അഡീഷണൽ ആയിട്ട് സാമ്പത്തിക ഇത് കൊടുക്കും, ഇൻസെന്റീവ് കൊടുക്കുമെന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കുറച്ച് മാസത്തെ കൊടുക്കാറുണ്ട്. അത് അടിയന്തരമായിട്ട് നൽകുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും. ഇവിടെ ഇപ്പോൾ ഡോക്ടർമാരുടെ